ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിലെ മുബാറക് അൽ കബീർ ഗവർണറേറ്റിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതായി പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ അറിയിച്ചു. 6 ഗവർണറേറ്റുകളിലെ 18 പ്രധാന പാതകളുടെ അറ്റകുറ്റപ്പണി പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പൊതുമരാമത്ത് മന്ത്രാലയത്തിലെ ടീമുകൾ അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. പണികളുടെ ഭാഗമായി ചില റോഡുകൾ അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു. സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണെന്നും അഭ്യർത്ഥിച്ചു. നേരത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 18 ദേശീയ അന്തർദേശീയ കമ്പനികളുമായി ഏകദേശം 400 ദശലക്ഷം കുവൈറ്റ് ദിനാർ മൂല്യമുള്ള കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. വിവിധ പ്രദേശങ്ങളിലെ പ്രധാന റോഡ് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ഹൈവേയുടെയും ഉൾറോഡുകളുടെയും അറ്റകുറ്റപ്പണികളും ഇതോടൊപ്പം നടക്കും. പണികൾ പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഗതാഗത സംവിധാനം കൂടുതൽ എളുപ്പമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയിൽ ശീതതരംഗം വീശിയടിക്കുന്നതിനാൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീശിയടിക്കുന്ന ശീതതരംഗമാണ് സൗദി അറേബ്യയിലും അനുഭവപ്പെടുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയും ശക്തമാണ്. അതിനാൽ തന്നെ താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. സൗദിയിലെ തബൂക്ക്, അൽജൗഫ്, ഹായിൽ എന്നിവിടങ്ങളിലാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത്. വിവിധ ഭാഗങ്ങളിൽ രാവിലെ കടുത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. അൽ ഖസീം, റിയാദ്, കിഴക്കൻ മേഖലകളിൽ എന്നിവിടങ്ങളിൽ താപനില താഴും. നജ്റാൻ മേഖലയുടെ ചില ഭാഗങ്ങളിലും മക്ക, മദീന മേഖലകളിലും തണുത്ത കാലാവസ്ഥയും ചില സ്ഥലങ്ങളിൽ നേരിയ മഴയും അനുഭവപ്പെട്ടേക്കാം. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം ഒമാനിൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുസന്തം, അൽഹജർ പർവ്വതനിരകൾ, ഒമാൻ കടലിന്റെ ഭാഗങ്ങൾ, താഴ്വരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ അനുഭവപ്പെടുക. മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ യാത്രകൾ ഒഴിവാക്കണം. കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. യുഎയിലെ ചില ഭാഗങ്ങളിൽ താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. ദ്വീപുകളിലും വടക്കൻ എമിറേറ്റുകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. അന്തരീക്ഷം പൊടി മൂടിയതായിരിക്കും. അന്തരീക്ഷ ഈർപ്പവും വർദ്ധിക്കും. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊടിക്കാറ്റ് വീശുന്നതിനാൽ കാഴ്ചപരിധി കുറയും. അറബിക്കടലും ഒമാൻ കടലും പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കി. ശൈത്യകാല അവധിക്കായി സ്കൂളുകൾ ഇന്ന് അടച്ചതോടെ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഒരാഴ്ച മുൻപത്തെ നിരക്കിനേക്കാൾ 2 ഇരട്ടിയോളമാണ് വർദ്ധിപ്പിച്ചത്. ക്രിസ്മസ്, പുതുവത്സര ദിനങ്ങൾ അടുക്കും തോറും ടിക്കറ്റ് നിരക്ക് 3-4 ഇരട്ടിയായി ഉയരുമെന്ന് ട്രാവൽ ഏജൻസികൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. യുഎയിൽ നിന്നും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ സെക്ടറുകളിലേക്ക് ഒരാൾക്ക് പോയി വരാൻ 55,000 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. 4 കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ഏറ്റവും കുറഞ്ഞത് 2.25 ലക്ഷത്തിലേറെ രൂപ നൽകണം. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ എയർവേസ് എന്നിവയിൽ നിരക്ക് 3.8 ലക്ഷം മുതൽ 4.7 ലക്ഷം വരെയും. വിമാന ടിക്കറ്റ് നിരക്ക് കൂടുന്നതിൽ സ്വകാര്യ പൊതു എയർലൈനുകൾ മത്സരിക്കുകയാണ്. ശൈത്യകാല അവധി കഴിഞ്ഞ് യുഎയിൽ ജനുവരി 6-ന് സ്കൂളുകൾ തുറക്കുന്നതിനാൽ നാട്ടിൽ നിന്നും യുഎയിലേക്കും ടിക്കറ്റ് നിരക്ക് വൻതോതിൽ ഉയർത്തിയിരിക്കുകയാണ്. ജനുവരി 20 വരെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകിയാലേ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് യാത്ര ചെയ്യാനാകൂ. സീസൺ സമയത്ത് യാത്ര അബുദാബിയിൽ നിന്നാണെങ്കിൽ 4,000 മുതൽ 10,000 രൂപ വരെ അധികം നൽകണം. എന്നാൽ ഓഫ് പീക്ക് സമയത്ത് അബുദാബിയിൽ നിന്നും ചില എയർലൈനുകളിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. കണ്ണൂരിലേക്ക് യുഎയിൽ നിന്നും അധികം സർവീസ് ഇല്ലാത്തതിനാൽ നിരക്ക് താരതമ്യേന കൂടുതലാണ്. നിലവിൽ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനുമാണ് പ്രതിദിന സർവീസുകൾ ഉള്ളത്. ഇന്ന് ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പോയി യുഎയിൽ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം തിരിച്ചു വരാൻ പൊള്ളുന്ന നിരക്കാണ് ഈടാക്കുന്നത്. വിവിധ എയർലൈനുകളും ഒരാൾക്കും 4 കുടുംബത്തിനും ഈടാക്കുന്ന നിരക്കുകൾ ഇനി പറയുന്നു. ഒരാൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 56,000 രൂപ, 4 കുടുംബത്തിന് 2.3 ലക്ഷം. ഇൻഡിഗോ ഒരാൾക്ക് 53,500, 4 കുടുംബത്തിന് 2.3 ലക്ഷം. സ്പൈസ് ജെറ്റ് 58,000, 4 കുടുംബത്തിന് 2.49 ലക്ഷം രൂപ.
എയർ ഇന്ത്യ 82,500, 4 കുടുംബത്തിന് 2.45 ലക്ഷം. എയർ അറേബ്യ ഷാർജ വഴി 61,000 രൂപ, 4 കുടുംബത്തിന് 2.44 ലക്ഷം. ഒമാൻ എയർ മസ്കറ്റ് 56,600 രൂപ, 4 കുടുംബത്തിന് 2.14 ലക്ഷം. കുവൈറ്റ് വഴി ജസീറ 97,000 രൂപ, 4 കുടുംബത്തിന് 3.89 ലക്ഷം. ഗൾഫ് എയർലൈൻസ് 13,000 രൂപ, 4 കുടുംബത്തിന് 4.7 ലക്ഷം. ഇത്തിഹാദ് എയർവേസ് 71,500, 4 കുടുംബത്തിന് 2.45 ലക്ഷം രൂപ. ആഖാർ എയർ 65,000 രൂപ, 4 കുടുംബത്തിന് 2.6 ലക്ഷം. ക്രിസ്മസ്, പുതുവർഷം, ഓണം, വിഷു, പെരുന്നാൾ, വിവാഹം തുടങ്ങി വിശേഷ ദിവസങ്ങൾ ഉറ്റവരോടൊപ്പം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഒരാഴ്ചത്തേക്കും 2 ആഴ്ചത്തേക്കും നാട്ടിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കൂടി വരികയാണ്. പ്രധാന ടൂറിസം കേന്ദ്രമായ UAE-യിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സീസൺ ഭേദമന്യേ യാത്രക്കാരുമുണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ, ലിവ ഫെസ്റ്റിവൽ, ഷാർജ ഇവന്റ്സ് ഫെസ്റ്റിവൽ, ക്രിസ്മസ്, പുതുവർഷം തുടങ്ങി UAE-യിൽ ഉത്സവകാലമായതിനാൽ പ്രവാസികളുടെ ബന്ധുക്കൾ UAE-യിലേക്ക് വരുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAE, കേരള, UAE സെക്ടറുകളിൽ സീസൺ വ്യത്യാസമില്ലാതെ എല്ലാ കാലത്തും ശരാശരി യാത്രക്കാരുമുണ്ട്. വിമാന കമ്പനികളുടെ മറ്റ് സെക്ടറുകളിലെ നഷ്ടം നികത്തുന്നതും ഗൾഫ് കേരള സെക്ടറിലെ ലാഭം വഴിയാണ്. അതിനാൽ പീക്ക് സീസൺ എന്ന ഓമനപ്പേരിട്ട് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അവസാനിക്കണമെന്നാണ് പ്രവാസികളുടെ എക്കാലത്തെയും ആവശ്യം. റിയാദ് മെട്രോയുടെ 2 ലൈനുകൾ കൂടി ലൈൻ 2, ലൈൻ ഗ്രീൻ എന്നിവയുടെ പ്രവർത്തനം ഞായറാഴ്ച ആരംഭിച്ചതായി റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി അറിയിച്ചു. ഇതോടെ റിയാദ് മെട്രോയുടെ 6 ലൈനുകളിൽ 5 എണ്ണം പ്രവർത്തനക്ഷമമായി. രാവിലെ 6 മണി മുതൽ 2 ലൈനുകളിലെ സ്റ്റേഷനുകളിൽ യാത്രക്കാരെ സ്വീകരിച്ചു തുടങ്ങി. അർദ്ധരാത്രി 12 മണി വരെ ഈ ലൈനുകളിൽ സർവീസ് തുടരും. കിങ് ഫഹദ് സ്പോർട്സ് സിറ്റിയെയും കിങ് സൗദ് യൂണിവേഴ്സിറ്റിയെയും ബന്ധിപ്പിക്കുന്നതിനായി റിയാദിന്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിങ് അബ്ദുള്ള റോഡ് വഴി 25.1 കിലോമീറ്ററാണ് റെഡ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ ഉൾപ്പെടെ 15 സ്റ്റേഷനുകൾ വഴി റെഡ് ലൈൻ ട്രെയിനുകൾ കടന്നുപോകും. ബ്ലൂ ലൈനിലുള്ള STC സ്റ്റേഷൻ, ഗ്രീൻ ലൈനിലെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്റ്റേഷൻ, പർപ്പിൾ ലൈനിലെ അൽഹംറ സ്റ്റേഷൻ എന്നിവ വഴി റെഡ് ലൈൻ കടന്നുപോകുമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. പുതുതായി സർവീസ് ആരംഭിച്ച ഗ്രീൻ ലൈൻ 13.3 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. പ്രതിരോധ മന്ത്രാലയം, ധനമന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം എന്നിവയുൾപ്പെടെ നിരവധി മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും സേവനം നൽകുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമീപമുള്ള കിങ് അബ്ദുള്ള റോഡ് മുതൽ നാഷണൽ മ്യൂസിയം വരെയാണ് ഗ്രീൻ ലൈൻ സർവീസ് നടത്തുക. ഡിസംബർ 1-ന് പ്രാരംഭഘട്ടത്തിൽ 3 ലൈനുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിൽ ബ്ലൂ ലൈൻ ഒലയ സ്ട്രീറ്റിനെ ബത്തയുമായി ബന്ധിപ്പിച്ചും, യെല്ലോ ലൈൻ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലൂടെയും, പർപ്പിൾ ലൈൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റോഡിനെ അൽ ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡുമായി ബന്ധിപ്പിച്ചുമാണ് കടന്നുപോകുന്നത്. ജനുവരി 5-ഓടെ എല്ലാ ലൈനുകളിലൂടെയുമുള്ള റിയാദ് മെട്രോ സർവീസ് ആരംഭിക്കും. മദീന റോഡ് വഴിയുള്ള 3ാമത്തെ ലൈനായ ഓറഞ്ച് ലൈൻ കൂടി വരുന്നതോടെ മെട്രോ സർവീസ് പൂർണ്ണ തോതിലാകും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ രഹിത ട്രെയിനുമായ റിയാദ് മെട്രോ 2024 നവംബർ 27-നാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തത്. 176 കിലോമീറ്റർ നീളത്തിൽ 4 പ്രധാന സ്റ്റേഷനുകൾ ഉൾപ്പെടെ 85 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നതാണ് റിയാദ് മെട്രോ. സർവീസ് ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ 20 ലക്ഷം യാത്രക്കാരുമായി റിയാദ് മെട്രോ ശ്രദ്ധ ആകർഷിച്ചിരുന്നു.